എറണാകുളം ചേലാട് സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഗ്രൗണ്ടിൽ സിഗ്നൽ കിട്ടാത്തതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തി. അരമണിക്കൂറിന് ശേഷമാണ് സിഗ്നൽ വീണ്ടെടുക്കാനായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. സംസ്ഥാനത്ത് ആകമാനം കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനകൾ നടത്താറുണ്ട്. ഇത് നിരീക്ഷണ പറക്കൽ ഇറങ്ങുന്ന കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ്. ഇത്തരത്തിൽ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനവും ഒപ്പം തന്നെ സിഗ്നൽ ലഭിക്കാത്തതിനെ തുടർന്ന് ഈ പറയുന്ന കോതമംഗലം സെന്റ് ജോർജ് ഡെന്റൽ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇറക്കേണ്ടി വന്നത്. എന്തായാലും 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ തിരികെ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ നിരീക്ഷണ പറക്കൽ ആരംഭിച്ചത്. സംസ്ഥാനത്ത് ആകമാനം ഉള്ള നിരീക്ഷണ പറക്കലാണ്. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള നിരീക്ഷണ പറക്കൽ നടത്തുന്ന ഹെലികോപ്റ്റർ തന്നെയാണിത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിഗ്നൽ ലഭിച്ചിരുന്നില്ല. ഒപ്പം തന്നെ കാലാവസ്ഥയിൽ ചില വ്യതിയാനം ഉണ്ടായി. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ അവിടെ ഇറക്കേണ്ടി വന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.